എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ 37ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 4-5 ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട്? അതായത് നമ്മൾ വെർബ് സ്ലോട്ടിൽ വിവിധ ടെൻസുകളിൽപ്പെട്ട ക്രിയാരൂപങ്ങൾ എങ്ങനെ എഴുതണം എന്നാണ് പഠിച്ചത് അല്ലേ? ഒരുവിധം ബോറടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ? കാരണം എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിക്കുമ്പോഴും തന്നെ സ്ഥിതി ഗ്രാമർ പഠിക്കുമ്പോൾ ഭയങ്കര ബോറാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് എഴുതാനും അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കൊതി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അങ്ങനെ പഠിക്കും. ആ ഒരു ആവേശം കൊണ്ട് നമ്മൾ പഠിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ഭയങ്കര ബോറാണ്. അപ്പം എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് ഞാനത് വെട്ടിച്ചുരുക്കുകയാണ്. അത് മാത്രമല്ല കാരണം ചുരുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. പിന്നെ എൻ്റെ വക പറഞ്ഞോ ഒരു അധികപ്പറ്റാവില്ലേ? നമ്മൾ കാരണവന്മാർ പറഞ്ഞു കേട്ടില്ലേ, അധികമായാലും അമൃതം പുഷ്ടാന്ന്. അപ്പോൾ അത് നമ്മുടെ ഒരു വീഡിയോൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എൻ്റെ വീഡിയോ എന്നുള്ളത് സാധാരണ മറ്റു വീഡിയോകളിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതും ഞാൻ സ്വന്തമായി കണ്ടെത്തിയ ചില സൂത്രങ്ങളുണ്ട്, വാചകങ്ങളൊക്കെ എഴുതാനായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നേരം കളഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ താമസം പിടിക്കും. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ചുരുക്കുന്നത്. അപ്പോൾ ഏതായാലും അത്യാവശ്യം വെർബിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ചേ നമുക്ക് എടുക്കാനുള്ളൂ. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പഠിതാക്കൾ ചില സംശയം ചോദിച്ചു. അത് സാധാരണ വിദ്യാർത്ഥികളുണ്ടാകുന്ന സംശയം തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് ഏത് ക്രിയാരൂപമാണ് വെക്കേണ്ടതെന്ന് സംശയം വരും. പ്രസൻറ്റ് ടെൻസ് ആണോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ വെക്കേണ്ടത്, പാസ്റ്റ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണോ വെക്കേണ്ടത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ, അങ്ങനെയുള്ള സംശയങ്ങൾ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അത് വാചകങ്ങൾ എഴുതാൻ പഠിച്ചതിന് ശേഷം അത് പഠിപ്പിക്കുകയാണെങ്കിൽ എളുപ്പം എനിക്ക് പഠിപ്പിക്കാനും കഴിയും, വിദ്യാർത്ഥികൾ പഠിക്കാനും കഴിയും. അപ്പോൾ വാചകം പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ അത് പഠിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ 12 ടെൻസ് നന്നായി പഠിക്കുക, അത് അത്യാവശ്യമാണ്. അത് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ചിലർ ആവശ്യപ്പെട്ടില്ല വെർബ് ഫ്രേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രേസൽ വെർബിനെ കുറിച്ച് എടുക്കണം എന്നൊരു പഠിതാക്കൾ ചിലവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ അഡ്വർബിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം അത് പഠിപ്പിക്കാൻ എളുപ്പം കിട്ടും. അതുകൊണ്ട് അഡ്വർബിനെ കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ ഒടുവിലായിട്ട് ഞാനത് പഠിപ്പിക്കാം. എന്തായാലും ഞാനൊരു നമ്മൾ പഠിച്ച 12 ടെൻസിനെ കുറിച്ചൊരു ടേബിളാക്കി തരാം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ. അപ്പോൾ ആ ടേബിൾ നോക്കിയിട്ട് നല്ലോണം നിങ്ങൾ ബൈഹാർട്ട് ആക്കുക. അതാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആ ടേബിൾ നോക്കി നിങ്ങൾ പഠിക്കുക. ആ ടേബിൾ നമ്മൾ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് കർത്തരി പ്രയോഗത്തെക്കുറിച്ചുള്ള ക്രിയാരൂപങ്ങളാണ്, അതായത് ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ കർമ്മണി പ്രയോഗത്തിൽപ്പെട്ട ക്രിയാരൂപങ്ങൾ നൽകുന്നുണ്ട്. അതായത് പാസീവ് വോയിസ് എന്നാണ് പറയുക, അതിൽപ്പെട്ട ക്രിയാരൂപങ്ങളും നൽകുന്നുണ്ട്. അത് നിങ്ങൾ ഇത് കർത്തരി പ്രയോഗം പഠിച്ചതിന് ശേഷം സമയം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശായിട്ട് പഠിച്ചു വയ്ക്കുക. അത് പിന്നീട് നമുക്ക് ഉപകരിക്കും. എന്തായാലും നമുക്ക് ഇനി അടുത്ത 2 ഭാഗങ്ങളും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് വാചകം എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് അഡ്വർബ് സ്ലോട്ടിനെ കുറിച്ചും അഡ്ജക്റ്റീവ് സ്ലോട്ടിനെ കുറിച്ചുമാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അഡ്വർബ് സ്ലോട്ടിനാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം പഠിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണത്. അതുകൊണ്ട് അത് നല്ല തുടക്കം വേണ്ടേ? അപ്പോൾ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയുമായി നമുക്ക് ആരംഭിക്കാം.
എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ കന്മതിലയ്ക്കുവാൻ തോന്നണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതയായ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം തിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാഴിടുന്നു. നമുക്ക് വാചകം എഴുതാൻ പഠിക്കാൻ അത്യാവശ്യമായ 4 വാക്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിൽ 2 കുറിച്ചുള്ള നമ്മളെ പഠനം പൂർത്തിയാക്കി. ഇനി ശേഷിക്കുന്നത് 2 ഭാഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ 90% നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു 10% അവയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. അവ ശേഷിക്കുന്നവയിൽ കുറച്ചും കൂടി താരതമ്യേന പ്രാധാന്യമുള്ള ഒന്നാണ് അഡ്വർബ് സ്ലോട്ട്. അപ്പോൾ അഡ്വർബ് സ്ലോട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഈ അഡ്വർബ് സ്ലോട്ടിൽ ഏതൊക്കെ വരിക എന്നറിയോ നിങ്ങൾക്ക്? അഡ്വർബ് സ്ലോട്ടിൽ വരുന്നത് അഡ്വർബുകളും അതുപോലെ അഡ്വർബ് ഫ്രേസുകളുമാണ് വരിക. അഡ്വർബുകളും അഡ്വർബ് ഫ്രേസുകളും നിങ്ങൾക്കറിയാം. ഈ അഡ്വർബ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കായിരിക്കും അല്ലേ? ഒരു അഡ്വർബായിട്ട് ഒരു വാക്ക്, ഒരു സിംഗിൾ ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അഡ്വർബ് എന്ന് പറയും. ആ സമയത്ത് അഡ്വർബ് ചെയ്യുന്ന അതേ ധർമ്മം ചെയ്യുന്നതിന് ഒന്നിൽ കൂടുതൽ വാക്കുകളുടെ ഒരു കൂട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അഡ്വർബ് ഫ്രേസ് എന്ന് പറയും. അത്രയുള്ള വ്യത്യാസം. രണ്ടിൻ്റെയും അഡ്വർബിൻ്റെയും അഡ്വർബ് ഫ്രേസിൻ്റെ ധർമ്മം ഒന്നാണ്. ഒരു വാചകത്തിൽ അവ എന്താണോ നിർവഹിക്കേണ്ടത്, അതിലെ ധർമ്മം എന്താണോ അത് രണ്ടും സെയിമാണ്. അപ്പോൾ നമുക്ക് അഡ്വർബിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാം. എന്താണ് അഡ്വർബ്? എന്തിനാണ് അഡ്വർബ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന് പറയുകയാണെങ്കിൽ നമ്മൾ ആ വാചകത്തിന് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് നല്ല ഒരു ഇത് വരുത്താൻ, അപ്പോൾ നല്ല ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാവണം നമ്മൾ പറയുന്ന കാര്യത്തിന്. അപ്പോൾ എന്താണ് ഒരു നല്ലൊരു വാചകം എഴുതുന്നതിന് അത്യാവശ്യമായ ഒന്നാണ് എന്ത്? ഈ അഡ്വർബിനെ കുറിച്ച് അറിവ് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് നല്ലൊരു വാചകം? എന്തിനാണ് വാചകം എന്നുള്ള ഒരു ആദ്യം നമ്മൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കതിന് ശ്രമിക്കാം. നമുക്ക് എന്തിനാണ് വാചകങ്ങൾ എന്നുള്ള ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി. എന്തിനാണ് വാചകങ്ങൾ? സംഭാഷണത്തിന്. എന്തിനാണ് സംഭാഷണം? അതായത് മനുഷ്യന് സഹജമായ ഒരു വാസനയുണ്ട്. എന്താണുണ്ട്? അതായത് കാര്യങ്ങൾ അറിയുവാനുള്ള ജിജ്ഞാസയുണ്ട്. അത് എന്താണ്? വിശേഷങ്ങൾ അറിയാൻ ഒരു കൊതി അവനുണ്ട്. അത് അവനിൽ അന്തർലീനമാണ്. അവനോട് സഹജ വാസനയാണ്. അത് എല്ലാവർക്കും ഉണ്ട്. ഇന്നൊന്നിൽ തുടങ്ങിയതല്ല. ഏറ്റവും ആദ്യം ഉണ്ടായ മനുഷ്യൻ തൊട്ട് നമ്മൾ ബൈബിളൊക്കെ പറയുകയാണെങ്കിൽ ആദവും ഔവയാണല്ലോ ആദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം അന്ന് തൊട്ടേ ഉള്ളതാണ് ഈ മനുഷ്യന് ഒരിക്കലും തടഞ്ഞു വെക്കാനാവാത്ത ഒരു ജിജ്ഞാസ. അത് ബൈബിൾ അങ്ങനെയല്ലേ പറയണത്. ഈ ജിജ്ഞാസ കാരണമല്ലേ നമുക്ക് അവരുടെ ആദവും ഒമ്പതിനും ജിജ്ഞാസ കാരണം നമുക്ക് ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെടേണ്ടി വന്നത്. ഞങ്ങൾ ഇവിടെ ഒന്ന് എങ്ങനെ ക്ലാസ് എടുക്കേണ്ടി വന്നു, നിങ്ങൾ കഷ്ടപ്പെട്ട് അത് കേട്ട് പഠിക്കേണ്ടി വരും നോക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി വന്നത് അല്ലേ? അപ്പോൾ അവരാണ് അതിന് നമുക്ക് കാരണമായി തീർന്നത്. അവിടെ ജിജ്ഞാസ അല്ലേ? അതായത് ദൈവം വിലക്കപ്പെട്ട കനി തിന്നരുത് എന്ന് പറഞ്ഞ് അവരത് അജിജ്ഞാസ മൂലം അത് കഴിച്ചു. അങ്ങനെ ദൈവം പുറത്താക്കി എന്നൊക്കെയല്ലേ ബൈബിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ജിജ്ഞാസ ഇന്നും മനുഷ്യൻ തീർന്നിട്ടില്ലേ? എപ്പോഴും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും.
അല്ലേ? അതായത് ഇപ്പൊ തീർന്നിട്ടുണ്ട് നമ്മുടെ ഒരു രസകരമായ കഥയുണ്ട്. ഇപ്പൊ ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്ത് ഒരു ഇടവകയിലെ ക്രിസ്ത്യാനി എപ്പോഴും ഒരു പരാതി പറയും. അല്ലച്ചോ, അന്ന് ഈ ആദവും ഔവയും അവര് ദൈവത്തിൻ്റെ വാക്ക് അവർ കേട്ടിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഗതി വരുമായിരുന്നില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരാതി വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല, നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, നീ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നീ അതന്നെ ചെയ്യുക എന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്യില്ല അച്ഛോ, ആ ഒരു കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി, സ്വർഗത്തിൽ നിന്ന് പോരേണ്ടി വന്നില്ല എന്നൊക്കെ ഭയങ്കര പരാതി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുമ്പോൾ അച്ഛനെ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവ മുറിയിൽ ഒരു സംസാരിച്ചിരിക്കെ ഒരു ടേബിൾ മേനത്ത് മൂടി വെച്ചേരുന്നുണ്ടു. ആ സമയത്ത് ഈ പള്ളിയിലച്ഛനൊരു വിളി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ മേശപ്പുറത്ത് വളരെ വിലപിടിപ്പുള്ള സാധനം മൂടി വെച്ചിട്ടുണ്ട്. അപ്പം അത് അന്വേഷിച്ച ഒരാൾ സന്ധ്യാകുമ്പോഴേക്കും വരും. അപ്പോൾ ആൾ കൊടുത്തയക്കണം, നീ അതൊന്ന് സൂക്ഷിക്കണം, നല്ലൊന്നും കണ്ണ് എപ്പോഴും അതിൻ്റെ മേലുണ്ടാവണം, നീ അത് തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ, അത് നഷ്ടപ്പെട്ട വലിയ ഒരു നഷ്ടം നമുക്കുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അച്ഛനെ പോയി. അപ്പോൾ ഇവനത് എന്താണെന്ന് അറിയാൻ പടക്കനൊരു ജിജ്ഞാസ ഉണ്ടായി. എന്നാലും അവൻ അത് കടിച്ചു പിടിച്ച് നിന്നു. എന്തായാലും അച്ഛൻ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ വരുള്ളൂ. അവന് 5 മിനിറ്റ് വീണ്ടും അവന് അതൊന്ന് തുറന്നു നോക്കാനുള്ള ഒരു ജിജ്ഞാസ വന്നു. പക്ഷെ എന്തൊട്ട് അറിയണം, എന്തൊട്ട് വിലപിടിപ്പുള്ള സാധനം. ആള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം 10-15 മിനിറ്റൊക്കെ പിടിച്ചെന്തോറും ആള് തുറക്കണ്ട എന്ന് വിചാരിക്കുന്നതോറും തുറക്കാനുള്ള ആവേശം കൂടി വന്നു. അവനവിടെ ഇരിക്കപ്പുറകില്ലേണ്ടായി. അപ്പോൾ ലാസ്റ്റ് അവൻ വിചാരിച്ചു, സ്വല്പം ഒന്ന് പൊന്തിച്ചിട്ട് പതുക്കം നോക്കാം എന്ന് വിചാരിച്ചു. പതുക്കം നോക്കിയതും പെട്ടെന്നുള്ളിൽ എരിച്ചാടി പോയി. അതോടെ അവനെ പരിഭ്രമായി. എന്തായാലും അച്ചറി തുറന്നു എന്നുള്ളത്. എന്ത് ചെയ്യുന്നു, ആകെ വിവരണനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഒരു പിടിയില്ലേ ആൾക്ക്. അങ്ങനെ എനിക്ക് അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പരിഭ്രമം കൊണ്ട് അച്ഛന് മനസ്സിലായി. എന്നാലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? അയ്യോ അച്ഛോ, ക്ഷമിക്കണം അച്ഛോ, എന്തേ? അല്ല, ഞാൻ ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ അറിയാം, മൂടി ഒന്ന് പൊതിച്ചു നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്താ അങ്ങനെ പറഞ്ഞ്? അപ്പം ഞാൻ നിന്നോട് പറഞ്ഞു, നീ കേട്ടില്ലേ? എന്താ കേൾക്കാഞ്ഞേ? ഇപ്പം ഇതന്നെയല്ലേ ആദവും അവൻ ചെയ്ത അതേപോലെ നീ ഇപ്പോഴും ചെയ്താ? അപ്പോൾ അവൻ ഉത്തരം മുട്ടി. അല്ല, അതെന്താ വെച്ചാൽ അങ്ങനെയാണത്. മനുഷ്യന് ഒടുങ്ങാത്തൊരു ജിജ്ഞാസയുണ്ട്. അത് മനുഷ്യ സഹജമാണ്. ഇപ്പോഴും അത് മാറിയിട്ടൊന്നുമില്ല. ന്യൂജൻ പിള്ളേരെ നോക്കിയാൽ അവരെ മൊബൈലിൽ നിന്ന് എനിക്കോ അല്ലെങ്കിൽ നെറ്റിൽ കണ്ടെടുക്കുമോ? എന്താ കാരണം? അവർക്ക് മറച്ചു വെച്ച കാര്യങ്ങൾ, അല്ല മറച്ചു വെച്ച ഭാഗങ്ങൾ അറിയാനും മനുഷ്യന് ഭയങ്കര ജിജ്ഞാസയാണ്. അപ്പോൾ അവരത് തിരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നെറ്റിൽ ഏറ്റവും തിരയുന്ന അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ പിള്ളേരെ നശിപ്പിക്കാൻ അത് മാത്രം മതി. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ സ്ക്രീൻ ടൈം കേട്ട് ഞെട്ടി. 14 മണിക്കൂർ ഒരു ദിവസം മൊബൈലിൽ സ്ക്രീനിൽ നോക്കിയിരിക്കുക. എന്താ പറഞ്ഞ എന്താ ശരി, ബാക്കി ഒരു 8-8.5 മണിക്കൂർ ഉറങ്ങാനും കഴിക്കാനും 1.5 മണിക്കൂർ പല്ലേക്കാനും കുളിക്കാനും പ്രാഥമിക ഉപയോഗിക്കാനും ഊണ് കഴിക്കാനും കാപ്പി കുടിക്കാനും എല്ലാത്തിനും അത്ര സമയമുള്ള വെച്ചാൽ എന്ത് ചെയ്യാനാണ് ബാക്കി സമയം കിട്ടുക? അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഈ ജിജ്ഞാസയെ മുതലെടുത്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ സഹജമായ ഒന്നാണ് എന്ത്? ജിജ്ഞാസ. ജിജ്ഞാസ എന്തിനുള്ളതാണ്? വിശേഷങ്ങൾ അറിയാൻ, അല്ലേ? വിശേഷങ്ങൾ അറിയാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. കാരണം പതിവുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നപ്പോൾ നമുക്ക് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവും? അതിനൊരു വിശേഷതയില്ലേ, അല്ലേ? എപ്പോഴും വിശേഷം അറിയാനാണ് നമുക്ക് താല്പര്യം. എപ്പോഴും നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ വിശേഷം അറിയാനാണ്. നമ്മൾ എന്താ വിശേഷം എന്നാണ് ചോദിക്കുക. എന്താ കാരണം? വിശേഷം അറിയാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ അറിയണം. എങ്ങനെ അറിയണം വിശേഷങ്ങൾ? വളരെ ക്ലാരിറ്റിയോടെ, എന്നാൽ വളരെ വ്യക്തിയോടെ അറിയണം. അപ്പോഴാണ് നമുക്ക് ഒരു തൃപ്തി വരുന്നത്.
അല്ലേ? വ്യക്തമില്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് വരില്ലേ? നമുക്ക് ഒരു ബോറിംഗ് ആയിരിക്കും, നമുക്ക് കാര്യം മനസ്സിലാവില്ലേ, നമുക്ക് അസ്വസ്ഥത തോന്നും, അല്ലേ? സംഭാഷണം നീണ്ടുപോകാൻ താല്പര്യം തരില്ലേ? പല തവണ നമുക്ക് അങ്ങനെ ഉണ്ടായില്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കറി വെക്കാൻ അല്ലാതെ കറികളും വെക്കാറില്ലേ, സാമ്പാറൊക്കെ വെക്കാറില്ലേ. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു പരിചയക്കാരനോട് ചോദിച്ചു, എങ്ങനെ സാമ്പാർ വയ്ക്കുക? അപ്പോൾ ആൾ പറഞ്ഞു, അതിനിപ്പം ദോഷം, നമ്മൾ പരിപ്പൊക്കെ വേവിക്കുക, കഷ്ണങ്ങളെ കുറിച്ച് വേവിക്കുക. അതിൽ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഈ ഇതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ അത് താളിച്ച് ഇറക്കി വയ്ക്കുക, ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ചേർക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കറി വയ്ക്കാൻ പറ്റും. ക്ലാരിറ്റി ഇല്ലേ അതിൽ, അല്ലേ? പക്ഷെ അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ഒരു ഗുളിക മേടിക്കാനായിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ എന്നേക്കാൾ 10-12 വയസ്സുള്ള ഒരു പരിചയക്കാരൻ നിൽക്കുന്നുണ്ട്. അവിടെ കടക്കാർ സ്മാർട്ടായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിചയക്കാരൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദശമൂലാക്ഷം മേടിച്ചിട്ട് കുതി വെച്ച് കുടിക്കുക. അപ്പോൾ ഇതെന്തിനാണ് ആ ദശമൂലാരിഷ്ടം കുടിക്കണേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ ഈ ദശമൂലം എന്തിനുള്ളതാണെന്ന് വെറുതെ ചോദിച്ചു അറിയാനായിട്ട്. അപ്പോൾ പെൺകുട്ടിയോ ആണ് ചോദിച്ചത് ഞാനത്. ആ പെൺകുട്ടി ഒന്ന് ദശമൂലം എന്തിനാണെന്ന് അറിയില്ലേ? ഈ നമ്മുടെ കേരളത്തിലുള്ള ആർക്കെങ്കിലും ദശമൂലാരിഷ്ടം എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമല്ലേ ഇത്. അപ്പോൾ മോനേട്ടാ എന്ന് പെൺകുട്ടി എൻ്റെ പരിചയക്കാരനെ വിളിച്ച് പറഞ്ഞു, ഒന്ന് പറഞ്ഞു കൊടുത്ത് എന്താണ് ഇതിൻ്റെ ഗുണമെന്ന്. അപ്പോൾ മോനേട്ടൻ പറഞ്ഞു എന്തെന്ന്, അത് വളരെ നല്ലതാണ്, കുടിക്കാൻ നല്ല സുഖമാണ്, കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല സുഖം. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് കഴിച്ചു നോക്കി, നല്ല നിങ്ങൾക്ക് സുഖം, ഒരു ശക്തിക്ക് തോന്നും എന്നൊക്കെ ആൾ പറഞ്ഞു. വാസ്തവത്തിൽ മോനേട്ടൻ പറഞ്ഞ ആൾക്കറിയില്ലേ എന്താ ഇതിൻ്റെ ഗുണം, എന്തിനുള്ള ഒരു രസത്തിന് ആൾ വാങ്ങിച്ചു കഴിച്ചു എന്നുള്ളൂ, ആൾക്കറിയില്ലേ. പക്ഷെ പെൺകുട്ടിക്ക് അറിയില്ലേ എന്തെന്ന്, ഇത് എന്തിനുള്ളതാണ്. നന്നായിട്ട് വാചകടിക്കും എന്നല്ലാതെ ഇതിൻ്റെ മരുന്നിൻ്റെ ഉപയോഗങ്ങളൊന്നും അറിയില്ല. നല്ലൊരു സൈറ്റ്സുകളാണ് മാത്രം. പക്ഷെ ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ല. അതുകൊണ്ട് മോനേട്ടൻ തട്ടിക്കളഞ്ഞാണത്. നമുക്ക് വല്ലതും മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലേ. അപ്പോൾ ചില വിരോധിച്ചുള്ള അങ്ങനെ ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭാഷണം കിട്ടുന്ന തൃപ്തി വരും ഇല്ലേ? നമുക്ക് എന്തെങ്കിലും ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ആ സംഭാഷണങ്ങൾ ഒരു കാര്യം ഉണ്ടില്ല. ഞാൻ ചോദിച്ചതും അവർ പറയുന്നതൊക്കെ വെറുതെ, അല്ലേ? അപ്പോൾ ക്ലാരിറ്റി വേണം നമ്മളെ സംഭാഷണത്തിന് എന്നത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ക്ലാരിറ്റി വന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ദോഷം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുകൊണ്ട് സംഭാഷണം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് ക്ലാരിറ്റി വേണം. പിന്നെ സമയം കുറേ നീണ്ടു പോകുന്നല്ലാണ്ട് സംഭാഷണം, അപ്പോൾ സമയം കൂടും ക്ലാരിറ്റി ഇല്ലെങ്കിൽ, അല്ലേ? അപ്പോൾ നല്ലൊരു വാചകത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? ജിജ്ഞാസ ശ്രമിക്കുന്നവരായിരിക്കണം, വിശേഷങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും, വ്യക്തതയോട് സംസാരിക്കുന്നതായിരിക്കണം, സമയദൈർഘ്യം മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും, ഏറ്റവും കുറച്ച് ഇതിൽ നീളം ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലേ? അതൊക്കെയാണ് ഇതിൻ്റെ നല്ല വാചകത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ വളരെ വ്യക്തമാകും. എൻ്റെ ഒരു സുഹൃത്തിനെ ഞാനൊരു കൊല്ലമായിട്ട് കണ്ടിരുന്നില്ലേ. നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആള് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വിശേഷം എന്ന് ചോദിച്ചു. പിന്നെ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചോദിക്കുക, കാരണം വിശേഷം അറിയാനുള്ള എല്ലാവർക്കും താല്പര്യം. ഞാൻ ഉടനെ പറഞ്ഞു, എൻ്റെ മകൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു എന്തിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ എന്ന് പറഞ്ഞു. ഏത് പോസ്റ്റ് ഓഫീസിൽ? അത് അപ്പോൾ എവിടെ എന്നർത്ഥത്തിൽ ആൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേച്ചേരിയിൽ. എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത്. എപ്പോൾ ജോയിൻ ചെയ്തു? അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ നവംബറിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം, ആളിന് വിശേഷം അറിയാൻ ഒരു ജിജ്ഞാസ കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, എന്താ വിശേഷം, അല്ലേ? അത് ഞാൻ ഒരു മറുപടി പറഞ്ഞപ്പോൾ തുടരെ ആൾ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എൻ്റെ ആ ഫസ്റ്റ് മറുപടി കൊണ്ട് ആൾക്ക് തൃപ്തിയായില്ലേ. അപ്പോൾ സംഭവം മനസ്സിലായി, ജോലി കിട്ടിയതാണ് എൻ്റെ വിശേഷം. പക്ഷെ അതിൻ്റെ വിശേഷതകൾ എങ്ങനെ കിട്ടി, എപ്പോൾ കിട്ടി,
എവിടെ കിട്ടി, എപ്പോൾ കിട്ടി എന്നൊക്കെ അറിയാനായിട്ട് ആൾക്കൊരു ജിജ്ഞാസ തോന്നും അല്ലേ? തുടരെ തുടരെ ചോദ്യങ്ങൾ ആൾ ചോദിച്ചു. എന്തുകൊണ്ട് തുടരെ തുടരെ ചോദിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? എൻ്റെ ആളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ നൽകിയ ഉത്തരം ക്ലാരിറ്റി കുറഞ്ഞതായിരുന്നു, അത്രങ്ങൾ ക്ലിയർ ആവുന്നതായിരുന്നു, വ്യക്തമായിരുന്നില്ലേ? കാരണം എന്താ, ഞാൻ ചോദിച്ചത് ഉത്തരം എന്താ പറഞ്ഞത്? ജോലി കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, എന്താ വിശേഷം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയണം വിചാരിക്കുക, എൻ്റെ മോൾക്ക് കഴിഞ്ഞ നവംബറിൽ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ജോലി കിട്ടി, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ എന്തായി? ഒറ്റ വാചകത്തിൽ സംഭവം ക്ലാരിറ്റി വരുമായിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആൾ ചോദ്യങ്ങൾ ഒഴിവാക്കുമായിരുന്നു. അപ്പം നമുക്ക് ക്ലാരിറ്റി വരുന്ന ചില വാചകങ്ങളാണ് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലാവുക. അപ്പോൾ ഈ തുടരെ ചോദ്യങ്ങൾ ഒഴിവാവും. അപ്പോൾ സമയം കുറച്ച് മതി, ക്ലാരിറ്റി പെട്ടെന്ന് വരും. അപ്പം എന്തായിരിക്കും നല്ലൊരു വാചകത്തിൻ്റെ സവിശേഷതകൾ ശമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിശേഷങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും, ക്ലാരിറ്റിയോടുകൂടി പറയുന്നതായിരിക്കും അല്ലെ, സമയം കുറയ്ക്കുന്നതായിരിക്കും അല്ലെ, തൽഫലമായി നമുക്ക് ബോറടിക്ക് ഒഴിവൊന്നായിരിക്കും അല്ലേ? അതൊക്കെയാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയ സവിശേഷതകൾ. അപ്പൊ അതില് ആ സംഭവത്തിന്റെ വിശേഷതകൾ അറിയാൻ ആൾക്കാർക്ക്, എൻ്റെ കൂട്ടുകാരന് ഭയങ്കര ജിജ്ഞാസയുണ്ടായിരുന്നു അല്ലേ? സംഭവം, അതായത് എന്താ വിശേഷം, ഞാൻ സംഭവം പറഞ്ഞു ജോലി കിട്ടി. പക്ഷെ ആൾക്ക് എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി, എപ്പോൾ കിട്ടി, അങ്ങനെയൊക്കെ എപ്പോൾ കിട്ടി എന്നൊക്കെ അറിയാൻ ജിജ്ഞാസ ഉണ്ടായി അല്ലേ? അപ്പൊ അത് ഏതൊരാൾക്കുണ്ടാവുന്നതാണ്. അത്തരം ജിജ്ഞാസ കാര്യങ്ങള് സംഭവത്തിന്റെ വിശേഷണങ്ങളാണവ. സംഭവം എങ്ങനെ നടന്നു എന്നറിയാനുള്ള അത് തൃപ്തിപ്പെടുന്ന തരത്തിൽ ഉള്ള വാക്യഭാഗങ്ങളാണ് ഇത്. എപ്പോൾ കിട്ടി, അതായത് നവംബറിൽ കിട്ടി, എവിടെ കിട്ടി, പോസ്റ്റ് ഓഫീസിൽ കിട്ടി, എങ്ങനെ കിട്ടി, മാർക്കറ്റ് അടിസ്ഥാനത്തിൽ കിട്ടി എന്നുള്ളതൊക്കെ അതിൻ്റെ ആ സംഭവത്തിൻ്റെ ആ ക്രിയയുടെ വിശേഷണങ്ങളാണ്. അവയെ കുറിക്കുന്ന വാക്യഭാഗങ്ങളാണ് പേരിലറിയപ്പെടുന്നത് ക്രിയാവിശേഷണ വാക്യഭാഗങ്ങൾ അഥവാ അഡ്വർബ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അതൊക്കെ വിധത്തിൽ തന്നിട്ടുള്ളതാണ്. അപ്പൊ അഡ്വർബും അഡ്വർബ് ഫ്രേസും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്തരം വിശേഷതയെ വിവരിക്കുന്ന വാക്കുകളുണ്ട്, ഒറ്റ വാക്കുകളുണ്ട്. അവ അഡ്വർബ് എന്ന് പറയും. അതുപോലെ കൂട്ടായിട്ടുള്ള വാക്കുകളുണ്ട്, അവയെ ഫ്രേസ് എന്നും പറയും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അഡ്വർബ് എഴുതുക, എന്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അത് നമുക്കറിഞ്ഞാൽ അതെങ്ങനെ എഴുതാൻ നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കുക, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. നമുക്ക് അതിന് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ഞാൻ അഡ്ജക്റ്റീവിൻ്റെ ഒരു പട്ടിക എഴുതിയിട്ടുണ്ട്, അത് അഡ്വർബിൻ്റെ ഒരു പട്ടിക എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ നോക്കുക. എന്താണ്? വ്യക്തമായ എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്, സാങ്കേതികമായ അഡ്ജക്റ്റീവ്, ധീരമായ അഡ്ജക്റ്റീവ്, വൃത്തിയായ അഡ്ജക്റ്റീവ്, കണിച്ചമായ അഡ്ജക്റ്റീവ്. ഇതൊക്കെ അഡ്ജക്റ്റീവാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടില്ലേ? വ്യക്തമായ ഉത്തരം എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ ഇതെ കുറിച്ചാണ്. സാങ്കേതികമായ തകരാറ്, അതുപോലെ ധീരമായ പ്രവൃത്തി, വൃത്തിയായ മുറി, കണിശമായ പെരുമാറ്റം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷണങ്ങൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? നോക്കുക. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്താണത്? അല്ല, ഇംഗ്ലീഷിലല്ല, അതിൻ്റെ തൊട്ട വലതുഭാഗത്ത് ആ ചുവപ്പ് ബ്രാക്കറ്റിലായിട്ട് എഴുതിയിട്ടുണ്ട്, ക്ലിയർ, ടെക്നിക്കൽ, കറേജിയസ്, നീറ്റ്, സിക്ലി. ഇനി മലയാളം കമ്പയർ ചെയ്ത് നോക്കുക. ഒരു വ്യക്തമായ എന്നുള്ള അഡ്വർബായി, ഇപ്പോൾ ക്രിയാവിശേഷമായി, ഇപ്പോൾ നമ്മൾ എന്താ ഉപയോഗിച്ച്? വ്യക്തമായി. സാങ്കേതികമായ എന്നുള്ള മലയാളത്തിൽ എന്തായി? അഡ്വർബായി, ഇപ്പോൾ സാങ്കേതികമായി എന്നായി. ധീരമായ എന്നുള്ളത് എന്താണ്? ധീരമായി എന്നായി. വൃത്തിയായ എന്നുള്ളത് എന്തായി? വൃത്തിയായി എന്നുള്ളത്. കണിശമായ എന്നുള്ളത് എന്തായി? കണിശമായി എന്നുള്ളതായി. ഇത് എന്താ നമ്മൾ മനസ്സിലാക്കിയത്?
അതായത് അജക്റ്റീവിന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, മലയാളത്തിലെ നാമാവിശേഷണം ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മലയാളത്തിലെ ക്രിയാവിശേഷണമായി. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയല്ലേ, നോക്കിയേ. ക്ലിയർ, കണിശമായ എന്നുള്ളതിന് വ്യക്തമായി എന്നുള്ളൊരു അഡ്വർബാണ്. അതിന് തുല്യമായി ഇപ്പോൾ ക്ലിയർലി ഒരു വെൽവൈ ചേർന്നിരിക്കുക. സാങ്കേതികമായ ടെക്നിക്കൽ, അവിടെ ടെക്നിക്കലി എൽവൈ ചേർന്ന്, ചിലപ്പോൾ ഡബിൾ ചെയ്യും കേട്ടോ, ടെക്നിക്കലി. പിന്നെ കറേജിയസ്, കറേജിയസ്ലി, നീറ്റ്, നീറ്റ്ലി, സ്ട്രിക്റ്റ്, സ്ട്രിക്ട്ലി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഒരു അഡ്ജക്റ്റീവിനെ അഡ്വർബാക്കുക? അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ മലയാളത്തിൽ ഈ നാമവിശേഷണത്തെ ക്രിയാവിശേഷണമാക്കി മാറ്റുക. എങ്ങനെ? വെറുതെ ഒരു വള്ളി ഇട്ടാൽ മതി. വ്യക്തമായ, വ്യക്തമായി, സാങ്കേതികമായ, സാങ്കേതികമായി, ധീരമായ, ധീരമായി, വൃത്തിയായ, വൃത്തിയായി, കണിശമായ, കണിശമായി. ഇംഗ്ലീഷിൽ അതുപോലെ അഡ്ജക്റ്റീവിനെ അഡ്വർബാക്കാൻ നമ്മൾ LY ചേർത്താൽ മതി. കണ്ട? ക്ലിയർ, ക്ലിയർലി, ടെക്നിക്കൽ, ടെക്നിക്കലി, കറേജിയസ്, കറേജിയസ്ലി, നീറ്റ്, നീറ്റ്ലി, സ്ട്രിക്റ്റ്, സ്ട്രിക്ട്ലി എന്ന് മനസ്സിലായി. അതാണ് ഒറ്റ വാക്കായിട്ടുള്ള ക്രിയാവിശേഷണങ്ങൾക്ക് ഉദാഹരണം. അപ്പൊ നമുക്ക് അഡ്ജക്റ്റീവിൽ നിന്ന് എളുപ്പത്തിൽ അഡ്വർബ് ഉണ്ടാക്കാം. അഡ്ജക്റ്റീവിൽ നിന്ന് എങ്ങനെ അഡ്വർബാക്കി മാറ്റാം? LY ചേർത്തുകൊണ്ട്. മനസ്സിലായോ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഭൂരിഭാഗവും ഇത്തരം അഡ്വർബുകൾ ഉപയോഗിക്കുന്നത്. ഇത് ഒറ്റ വാക്കായിട്ടുള്ള വിശേഷണങ്ങളാണ്. ഒറ്റ വാക്കായിട്ടുള്ള അഡ്വർബുകൾ, ക്രിയാവിശേഷണങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് അതിൻ്റെ അഡ്ജക്റ്റീവ് അറിയാമെങ്കിൽ വെറുതെ LY ചേർത്ത് അങ്ങനെ നമുക്ക് അഡ്വർബ് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഈ അഡ്വർബുകളുടെ പ്രത്യേകത. എന്താണ്? എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അത് വരിക. അതായത് രീതിയെ കുറയ്ക്കുന്ന. അപ്പൊ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു? വ്യക്തമായി സംസാരിക്കുന്നു. അല്ല, ഞങ്ങൾ പറയില്ലേ, വായിക്കുന്ന തന്നെ ക്രിയ. എങ്ങനെ സംസാരിക്കുന്നു? വ്യക്തമായി സംസാരിക്കുന്നു. സാങ്കേതികമായി തകരാറിലായി. എങ്ങനെ തകരാറിലായി? സാങ്കേതികമായി. അതേപോലെ അതുപോലത്തെ ഇതില്ല. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ക്രിയാവിശേഷണങ്ങളാണ് ഇങ്ങനെ LY ചേർത്താൽ ഇംഗ്ലീഷ് കിട്ടുക എന്നത് മനസ്സിലാക്കുക. അത് രീതിയെ കുറിക്കുന്നത്. ഇനി അതല്ലാതെ അപ്പോൾ രീതിയെ കുറിക്കുന്നതാണ് ഒരു ക്രിയാവിശേഷണം. ഒരു ക്രിയ എങ്ങനെ ചെയ്യുന്നതിന് ചോദ്യത്തിന് ഉത്തരമായി വരുന്ന വാക്യഭാവമാണ് ക്രിയാവിശേഷണങ്ങൾ. കൂടാതെ എപ്പോൾ, ഏതു വിധത്തിൽ, അങ്ങനെയൊക്കെയുള്ള വേറെ വിശേഷണങ്ങളുണ്ട്. അവയെ ഓരോന്നോരോന്നായി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു, എന്തുപയോഗിച്ച് ചെയ്യുന്നു, അതായത് ഉപാധി അങ്ങനെ പറയുന്നത്. നമ്മൾ പറയുക പേന കൊണ്ട് എഴുതുന്നു. അക്ബർ പേന കൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നു? പേന കൊണ്ട്. ആ പേന കൊണ്ട് എന്നുള്ളത് എന്താണ്? ഒരു അഡ്വർബാണ്. അതുപോലെ അനിൽ ചോക്ക് കൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞാലോ, അനിൽ എഴുതുന്നതിന്റെ പ്രത്യേകത ഏത് ഉപാധി കൊണ്ടാണ് അനിൽ എഴുതുന്നത്? ചോക്ക് കൊണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഉപാധിയെ കുറിക്കുന്ന ഒരു അഡ്വർബ് ഉണ്ട്. അത് ഏത് ചോദ്യത്തിന് ഉത്തരമാണ്? എന്തുകൊണ്ട് എഴുതുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു. മനസ്സിലായ? കത്തി കൊണ്ട് മുറിക്കുന്നു. അപ്പോൾ കത്തി കൊണ്ട് എന്നുള്ളത് എന്താണ്? ഒരു ക്രിയാവിശേഷണമാണ്. ഉപാധിയെ സൂചിപ്പിക്കുന്ന ക്രിയാവിശേഷണം. എന്തുകൊണ്ട് എന്നർത്ഥത്തിൽ ഇതുപോലെ വേറെയുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പ്രവൃത്തികൾ പല സ്ഥലത്ത് ചെയ്യാം, ഇല്ലേ? ഇപ്പൊ വേലക്കാരൻ വേണമെങ്കിൽ ചോക്ക് കൊണ്ട് മതിലുമേൽ എഴുതാം. അധ്യാപകൻ അത് എവിടെ എഴുതും? ബോർഡിൽ എഴുതും. കുട്ടിയാണെങ്കിൽ ചിലപ്പം പുസ്തകത്തിൽ എഴുതും. അപ്പം നമ്മളിപ്പോൾ ഒരേ പ്രവൃത്തിയാണ്. എഴുതുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ വേലക്കാരൻ മതിലിൽ മേൽ എഴുതുന്നു, അധ്യാപകൻ ബോർഡിൽ എഴുതുന്നു, വിദ്യാർത്ഥി ബുക്കിൽ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്?
ആ പ്രവൃത്തി ചെയ്യുന്നത് വ്യത്യസ്തയുണ്ട്. എന്താ വ്യത്യാസം? സ്ഥലം വ്യത്യാസമുണ്ട് അല്ലേ? ഒരാൾ ചെയ്യുന്നത് മതിൽമേലാണെങ്കിൽ ഒരാൾ ചെയ്യുന്നത് ബോർഡിലാണ്, മറ്റൊരാൾ ചെയ്യുന്നത് ബുക്കിലാണ്. അപ്പോൾ പ്രവൃത്തി എവിടെ ചെയ്യുന്നുള്ളത് ആ ചെയ്യുന്നു എന്ന പ്രവൃത്തിയുടെ പ്രത്യേകതയാണ്, വിശേഷതയാണ്. അതുകൊണ്ട് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ക്രിയാവിശേഷണമാണ്. അതൊന്ന്. അതുപോലെ തന്നെ എവിടെ എന്നതുപോലെ എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ളതും അതൊക്കെ തന്നെയാണ് ക്രിയാവിശേഷണങ്ങൾ ആണ്. എവിടേക്ക് പോകുന്നു? തൃശ്ശൂർക്ക് പോകുന്നു, ഡൽഹിക്ക് പോകുന്നു, അത് ക്രിയാവിശേഷണം. എവിടെ നിന്ന് വരുന്നു? അപ്പൊ എവിടെ, എവിടേക്ക്, എവിടെ നിന്ന്, അത്തരം ചോദ്യങ്ങളും ക്രിയാവിശേഷണങ്ങൾ ആണ്. പിന്നെ ഒരു പ്രവൃത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവൃത്തി ഒരു പ്രവൃത്തി പല സമയത്ത് ചെയ്യാം. ആ പ്രവൃത്തിയുടെ പ്രത്യേകതയാണ് അല്ലേ? അമ്മ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, അച്ഛൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, കുട്ടി 6 മണിക്ക് എഴുന്നേൽക്കുന്നു. 3 പേരും എഴുന്നേൽക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ? പക്ഷെ അവർക്ക് പ്രവൃത്തി ചെയ്യുന്നത് ഒരുപോലെയാണോ? അല്ല, അവർ വ്യത്യാസമുണ്ട്. എന്താണ്? ഒരാൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ഒരാൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ഒരാൾ 6 മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലേ? ഒരേ പ്രവൃത്തി പല രീതിയിൽ ചെയ്യാം. വ്യത്യാസമുണ്ട്, പ്രത്യേകതയുണ്ട്. ഓരോരുത്തർ ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ സമയത്തെ കുറിക്കുന്ന എങ്ങനെ എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് എന്താണ്? ആ പ്രത്യേകതയല്ലേ? അപ്പൊ അതും ക്രിയാവിശേഷണം. എപ്പോൾ ചെയ്യുന്നത്, അപ്പൊ എപ്പോൾ എന്ന ചോദ്യോത്തരമായി വരുന്നതും എന്താണ്? ക്രിയാവിശേഷണമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതേപോലെ നമുക്ക് എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നീ ചോദ്യങ്ങൾക്കും ഉത്തരം എന്തുതന്നെയാണ്? സമയത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണങ്ങളാണ്. പരീക്ഷ എപ്പോൾ മുതൽ തുടങ്ങുന്നു? പരീക്ഷ 10 മണി മുതൽ തുടങ്ങുന്നു. പരീക്ഷ 10 മണി വരെ തുടങ്ങുന്നു അല്ലേ? അപ്പൊ തുടങ്ങുന്നു എന്ന അതിന്റെ വിശേഷമാണ്. എപ്പോൾ തുടങ്ങുന്നു ക്രിയാവിശേഷനാണ്. എപ്പോൾ മുതൽ തുടങ്ങുന്നു? എപ്പോൾ വരെ പരീക്ഷ നീണ്ടു നിൽക്കുന്നു? പരീക്ഷ 12 വരെ നീണ്ടു നിൽക്കുന്നു. കർഷകൻ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. അപ്പോ എവിടെ വരെ? ഈ വൈകുന്നേരം വരെ. എപ്പോൾ മുതൽ എന്നുള്ളത് ക്രിയാവിശേഷണമാണ്, എപ്പോൾ വരെ എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. അപ്പൊ എപ്പോൾ എന്നുള്ള ചോദ്യോത്തരം ക്രിയാവിശേഷണമാണ്, എപ്പോൾ മുതൽ എന്നുള്ള ചോദ്യോത്തരം ക്രിയാവിശേഷണമാണ്, എപ്പോൾ വരെ എന്നുള്ള ചോദ്യോത്തരം ക്രിയാവിശേഷണമാണ്. എത്രത്തോളം സമയം? വേലക്കാരൻ 8 മണിക്കൂറോളം ജോലി ചെയ്തു. വേലക്കാരൻ 8 മണിക്കൂറോളം ജോലി ചെയ്തു. അപ്പോൾ ജോലി ചെയ്തതിൻ്റെ പ്രത്യേകത എത്ര സമയത്തോളം ജോലി ചെയ്തു? 8 മണിക്കൂറോളം. അതതിന് പ്രത്യേക വിശേഷതയല്ലേ? അപ്പോൾ അത് ക്രിയാവിശേഷണമാണ്. അപ്പോൾ സമയത്തെ കുറിക്കുന്ന ക്രിയാവിശേഷങ്ങൾ ഏതെല്ലാം ചോദ്യങ്ങൾ ഉത്തരമാണ്? എപ്പോൾ, എപ്പോൾ മുതൽ, എപ്പോൾ വരെ, എത്രത്തോളം. ഇതൊക്കെ ആ ചോദ്യങ്ങൾക്ക് ക്രിയാവിശേഷണങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ കാരണത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണങ്ങളുണ്ട്. എന്ത് കാരണത്താൽ? കൃഷി നശിച്ചു ക്രിയയാണ്. എന്ത് കാരണം? മഴ മൂലം നശിച്ചു. ഞാൻ സ്കൂളിൽ ഹാജരായില്ല, ഒരു പ്രവൃത്തിയാണ്. ഹാജരായില്ല ഒരു പ്രവൃത്തിയാണല്ലോ. എന്തുകൊണ്ട് ഹാജരായില്ല? പനി മൂലം. അപ്പൊ കാരണത്തെ സൂചിപ്പിക്കുന്ന ക്രിയാവിശേഷണം. ഏത് കാരണം? അതുപോലെ വേറെയും കുറെ ക്രിയാവിശേഷണങ്ങൾ ഉണ്ട്. അതും കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ പിന്നെ പോലെ ആവർത്തനത്തെ കുറിഞ്ഞത്. ഞാൻ അവളെ 5 പ്രാവശ്യം കണ്ടു എന്ന് പറയുമ്പോൾ അത് എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരു 50 പ്രാവശ്യം പുഷപ്പ് എടുക്കുന്നു. അത് എത്ര പ്രാവശ്യം പുഷപ്പ് എടുക്കുന്നു? 50 പ്രാവശ്യം. ഞാൻ ഒരിക്കൽ വിദേശത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം? അപ്പൊ എത്ര പ്രാവശ്യം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ക്രിയാവിശേഷണങ്ങളാണ്. അതുപോലെ ഇതിന് കൂടാതെ ആരെപ്പറ്റി, എന്തിനെ പറ്റി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ക്രിയാവിശേഷണങ്ങളാണ്. എബ്രഹാം ലിങ്കനെ പറ്റി നിങ്ങൾ എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ടോൾസ്റ്റോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
എന്ന് പറയുമ്പോൾ അതിൽ ആരെയൊക്കെ പറ്റി, ആരെക്കുറിച്ച് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ക്രിയാവിശേഷങ്ങളാണ്. പിന്നെ ആരോടൊപ്പം, ആരുമായി, ഞാൻ കൂട്ടുകാരൊത്ത് സിനിമയ്ക്ക് പോയി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോയി, അപ്പോൾ അതും ക്രിയാവിശേഷങ്ങളാണ്. ആരുടെ കൂടെ, ആർക്കൊപ്പം, ആരുമായി. പിന്നെ അതുപോലെ നമ്മൾ ആരിൽ പറയാം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആരിൽ വിശ്വസിക്കുന്നു, അത് നേതാവിൽ വിശ്വസിക്കുന്നു, പ്രത്യയശാസ്ത്രത്തിൽ വിത്തിരുന്നു, എന്തിൽ അല്ലെങ്കിൽ ആരിൽ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ക്രിയാവിശേഷണം ആണ്. ആരിൽ നിന്ന്, എന്തിൽ നിന്ന് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കൂട്ടുകാരിൽ നിന്ന് സഹായം കിട്ടി. അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് ചോദിക്കാം. ആരിൽ നിന്ന്, എന്തിൽ നിന്ന്, അങ്ങനെയൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന്. ഇപ്പം ഉദാഹരണമില്ലേ, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ ആരിൽ നിന്ന്, എന്തിൽ നിന്ന് എന്നൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം ക്രിയാവിശേഷണമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഞാൻ ഒട്ടും ക്രിയാവിശേഷങ്ങളായിട്ടുള്ളത്. ആ ഒരു ലിസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് എന്ത് ക്രിയാവിശേഷങ്ങളാണെന്ന് കണ്ടു അല്ലേ. ഇനി നമുക്ക് അത് ഞാൻ പട്ടികയായിട്ട് തരും. ആ പട്ടിക നോക്കി നിങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. നമുക്ക് ഒറ്റവാക്കായിട്ടുള്ള ക്രിയാവിശേഷങ്ങൾ എഴുതാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഒരു LY നാമാവിശേഷണം അറിയാമെങ്കിൽ അതിനോട് LY ചേർത്താൽ മതി. എന്നാൽ ഈ ഫ്രേസുകളായിട്ടുള്ള അഡ്വർബുകൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ഒരു നൗൺ ഫ്രേസിൻ്റെ അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ മുൻപിൽ ഒരു പ്രിപ്പോസിഷൻ ചേർത്താൽ അത് എന്തായി? നാമാവിശേഷണം, അത് ക്രിയാവിശേഷണം ആയി. അപ്പോൾ ഒരു ക്രിയാവിശേഷണം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു നൗണിൻ്റെയോ നൗൺ ഫ്രേസിൻ്റെയോ മുന്നിൽ എന്തൊരു പ്രിപ്പോസിഷൻ ചേർത്താൽ മതി. അപ്പോൾ അത് കാര്യം. അപ്പോൾ ഇങ്ങനെ ക്രിയാവിശേഷം ഒരു അഡ്വർബ്, ഈ ഫ്രേസ് ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ, ഈ അഡ്വർബ് ഇങ്ങനെ ഉണ്ടാക്കുക. ഒരു നൗണിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? പ്രിപ്പോസിഷൻ വയ്ക്കുക അല്ലേ. അല്ലെങ്കിൽ നൗൺ ഫ്രേസിന് മുമ്പ്. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാകുന്നു. അപ്പോൾ എവിടേക്ക് പോവുകയാകുന്നു, അല്ലെങ്കിൽ എവിടെ പോവുകയാകുന്നു? സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളിലേക്ക് എന്നുള്ളത് എന്താണ്? ഒരു ക്രിയാവിശേഷണമാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതും? സ്കൂൾ എന്നുള്ളത് എന്താണ്? നൗണാണ്. അതിൻ്റെ മുമ്പിൽ ലേക്ക് എന്ന് ചേർത്താൽ മതി അല്ലേ. ആ ലേക്ക് എന്ന് ഇംഗ്ലീഷ് എന്താ? ടു. അപ്പോൾ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിലേക്ക് എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ക്രിയാവിശേഷണമാണ്. ഓക്കെ. ഇനി നമ്മൾക്ക് ഏകദേശം ഒന്ന് നമ്മൾ എങ്ങനെയാണ് അഡ്വർബും അഡ്വർബ് എഴുതാൻ ചെറുതായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് അധികം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓടുകൂടി ഇതിൻ്റെ പഠനം അവസാനിപ്പിക്കാം. കുറച്ചും കൂടി നമുക്ക് പറഞ്ഞുതരാണ്ട് അത് അടുത്ത ക്ലാസ്സിലാവാം. നമുക്ക് എന്തായാലും വീഡിയോയുടെ നീളം വല്ലാതെ നീട്ടി കൊടുപ്പം നിർത്താം. നമുക്ക് നമസ്കാരം. ബൈ.